അടുത്ത കൂട്ടുകാരൻ്റെ അമ്മയെ നമ്മളൊക്കെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് അല്ലേ? അവരുടെ അമ്മ നമ്മുടെ അമ്മയാണല്ലോ, അവരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെയും ഭക്ഷണമാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ കരുതുന്നവരാണ്. അപ്പം സ്വന്തം മകനെ കൊടുക്കുന്ന സ്നേഹം ആ അമ്മ അവൻ്റെ കൂട്ടുകാരനും കൊടുക്കും. ആ അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ മകൻ മാത്രമല്ല, മകൻ്റെ കൂട്ടുകാരും ജീവൻ നൽകി കൂടെ നിൽക്കും അല്ലേ? ഗ്രാസ് റൂട്ട്സ് എന്ന ഫുട്ബോൾ ടീമിലുള്ളവരെല്ലാം തലമൊട്ടയടിച്ചു. എന്തിനാണ് ഇവർ കൂട്ടത്തോടെ തലമൊട്ടയടിച്ചത് എന്ന് ചോദിച്ചാൽ, കൂടെ കളിക്കുന്ന താരത്തിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അമ്മ തലമൊട്ടയടിച്ച് ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ചയോ, മുട്ടത്തലയന്മാരായി നിൽക്കുന്ന മകന്റെ കൂട്ടുകാരെയും. അപ്പൊ നമുക്ക് ആ കാഴ്ചകൾ കാണാം. Thank you. അനഘ പ്രകാശാണ് നമുക്കിപ്പം ഉള്ളത്. അനഘ, വളരെ വിഷമം തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ഹൃദയത്തിൽ തൊടുന്ന കാഴ്ചകളാണ് കണ്ടത്. കാരണം നമ്മൾ ഈ തുടക്കത്തിൽ ഇൻട്രോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെയാണ് നമ്മൾ കാണുന്നതും ഒക്കെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മളെയും മാനസികമായും ശാരീരികമായിട്ടൊക്കെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയം തൊടുന്ന കാഴ്ച തന്നെയാണ്, മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് അല്ലേ അനഘ? സേതു, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയും വിഷമഘട്ടമൊക്കെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ, അവർക്കൊരു പക്ഷേ നമ്മുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനൊന്നും പറ്റണമെന്നില്ല. പക്ഷേ അവരുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഏറ്റവും വലുതായിരിക്കും. പ്രത്യേകിച്ചും ഒരു അസുഖമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്തരത്തിൽ വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ വല്ലാതെ ബാധിക്കും. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം നമുക്കറിയാം. അത് വരുമ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന മരുന്നുകൾ, കീമോ മെഡിസിനാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്ന കോശങ്ങളെയൊക്കെ നശിപ്പിക്കും. അത് മരുന്ന് കഴിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ മുടി ധാരാളമായി കൊഴിയും, നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിക്കും. അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാവരും ചെയ്യുന്നത് അവരുടെ മുടി മൊട്ടയടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ഒരമ്മയ്ക്ക് അവർക്ക് ക്യാൻസർ, പാൻക്രിയാസിലാണ് ക്യാൻസർ ബാധിച്ചത്. മുടി മൊട്ടയടിക്കുകയാണ്. നമ്മുടെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ മുടിയൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരു വിഷമം, ഇത്രയും വിഷമം വരണം എന്നില്ല, അത് കഴിഞ്ഞ് മുടി വളരുമല്ലോ എന്നൊരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അസുഖം വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും നമുക്ക് വളരെയധികം നമ്മൾ മാനസികമായി ഒരുപാട് തളർന്നു പോകും. ഇവിടെയും ഈ അമ്മ തല മൊട്ടയടിച്ച് തലയിൽ തൊപ്പി വെച്ചാണ് ബാർബർ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് തൻ്റെ മകൻ്റെ ഫുട്ബോൾ ടീമിലുള്ള മകൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ മൊട്ടയടിച്ച്, ക്യാപ്പൊന്നും ധരിക്കാതെ മൊട്ടയടിച്ച് പുഞ്ചിരിയോടുകൂടി ആ അമ്മയെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തൊട്ടു പിന്നാലെ അമ്മയും തലയിൽ വെച്ചിരുന്ന തൊപ്പിയൊക്കെ ഊരി മാറ്റുന്നുണ്ട്. അവർ കരയാണ്, കരഞ്ഞുകൊണ്ട് മകനെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരു പക്ഷേ അത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ തല മൊട്ടയടിച്ചതിലൂടെ അവർ കൊടുത്തൊരു പിന്തുണയും സമാധാനവും വളരെ വലുതാണ്. മാത്രമല്ല ഇതൊക്കെ മാറും, ഇതൊക്കെ മാറി വരും എന്നൊരു പ്രതീക്ഷയും കൂടി ആ മകന്റെ സുഹൃത്തുക്കൾ. നമുക്ക് ഈ തുടക്കത്തിൽ അനഘ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ, വിഷമഘട്ടങ്ങളൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഈ പിന്തുണ ആവശ്യമായിട്ട് വരാം. സാധാരണ മനുഷ്യ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ആരും ആ സമയത്ത് നമുക്കൊപ്പം കാണില്ല. പക്ഷേ ഇവിടെ ഈ അമ്മയ്ക്ക് കൂട്ടായി, ആ അമ്മയ്ക്ക് പ്രചോദനം നൽകാൻ, ആ അമ്മയ്ക്ക് ഇത്രയും മക്കളെ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ ഈ ഒരു സ്നേഹം മാത്രം മതി, ആ ഒരു കരുതൽ മാത്രം മതി. എങ്ങനെയാണെങ്കിലും ആ അമ്മ ഈ വിഷമഘട്ടങ്ങളെല്ലാം അതിജീവിച്ച് കൂടുതൽ ആരോഗ്യവതിയായി പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. ശരി അനഘ.